അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ ഈ മുസ്ലിങ്ങളിലെ മതനിയമങ്ങൾ കർശനമായതുകൊണ്ട് പലരും ദീനിന് വെളിയിൽ നിൽക്കുകയും ചില ആളുകൾ എക്സ് മുസ്ലിം എന്ന പേരിൽ മതത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു എന്ന രൂപത്തിൽ ഒരാളുടെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. രണ്ട് കാരണങ്ങളാണ് അതിന് അയാൾ പറയുന്നത്. ഒന്നാമത്തെ കാരണം, ഒരു ആസിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർക്ക് നഗ്നത വെളിപ്പെടുത്തിക്കൊണ്ട് പോൺ വീഡിയോ ചെയ്യുന്നതിന് മുസ്ലിമും ഇസ്ലാമും തടസ്സമായതുകൊണ്ട് അവരെന്താ ഒരു നിള നമ്പ്യാർ എന്നോ അങ്ങനെ എന്തോ നമ്പ്യാരോ നമ്പൂരിയോ അങ്ങനത്തെ എന്തോ ഒരു പേരും സ്വീകരിച്ചുകൊണ്ട് അവരങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇപ്പം അവർക്ക് മുസ്ലിമായ തട്ട ഇടണം, അതുപോലെ തന്നെ മറ്റുള്ള മത നിയമങ്ങൾ പാലിക്കണം. അതേസമയം മറ്റുള്ള മതത്തിലേക്ക് പോയാൽ അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല, അവരൊക്കെ എല്ലാവിധ പിന്തുണയും കിട്ടുന്നുണ്ട് എന്നാണ് ആ വീഡിയോയിൽ കണ്ടത്. വേറൊരാൾ ഇതിനേക്കാളും കുറച്ചും കൂടി കഷ്ടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ, അവർ എന്താ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരക്കും, എത്ര മുസ്ലിം ആയാലും പേരുമുണ്ട്. അങ്ങനെ ഇവർ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിലെല്ലാം കൊണ്ടുപോയിട്ട് വിൽക്കും പോലും. അങ്ങനെ വിൽപ്പന നടത്തുന്നതിന് മുസ്ലിങ്ങൾ അവർക്കെതിരായിട്ട് ഭയങ്കര ശക്തമായിട്ട് എതിർക്കുകയാണ് പോലും. അതുകൊണ്ട് അവിടെ മക്കളെ പഠിപ്പിക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഈ മുസ്ലിങ്ങൾ മൊയ്ലാർമാർ പ്രത്യേകിച്ച് സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നില്ല. പിന്നെ മക്കളെ പഠിപ്പിക്കാത്തത് കൊണ്ട് എന്താ, ഒരു ഉസ്താദ് എന്തോ കുട്ടീനെ മദ്രസയിൽ നിന്ന് അടിച്ചു പോലും. അത് പോയിട്ട് ഇവളൊരു ഡോക്ടറെ അടുത്ത് വന്നിട്ട് ആ കുട്ടീനെ ഒരു ഡോക്ടറെ അടുത്ത് കാണിക്കാമെന്ന് വെച്ചിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അയാൾ ഹിന്ദു ആയിന് പോലും. അയാൾ ആ പെണ്ണുങ്ങളെന്തെല്ലോ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു പോലും. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളെ കൊണ്ട് ആ ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ചിത്രം വരയ്ക്കൽ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്, പ്രത്യേകിച്ച് ഈ ശ്രീകൃഷ്ണൻ ഹിന്ദു ദൈവങ്ങളെയൊക്കെ. അതുകൊണ്ട് മുസ്ലിങ്ങൾ ജീവിക്കാൻ വിടുന്നില്ല എന്നാണ് ആ പെണ്ണുങ്ങളെ പരാതി പറഞ്ഞത്. സാധാരണ രീതിയിൽ മറ്റുള്ള മതക്കാർക്കൊന്നും അടുക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ കൂടെ ഇരുത്താൻ പറ്റുകയോ ചെയ്യുന്നവരല്ല മുസ്ലിങ്ങൾ എന്ന രൂപത്തിൽ ലോകമൊട്ടുക്കും ഒരു ഇസ്ലാമോഫോബിയ എന്ന രീതിയിൽ ഒരു പ്രചാരം നടക്കുന്നുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഈ ദീനീ പ്രചരണം ആദ്യം തുടങ്ങിയ സമയത്ത് വല്ലാതെ കഷ്ടപ്പെടുത്താനും ബുദ്ധിമുട്ടാനും തുടങ്ങിയപ്പോൾ സഹാബാക്കളിൽ കുറച്ച് പേര്
അബസീനിയ എന്ന് പറയുന്ന അബിഷ എന്ന് പറയുന്ന നജാഷി രാജാവിൻ്റെ രാജ്യത്തിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന സംഭവം ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞത് പോയപാടിന് അമ്രുവിനുൽ ആസിയാന്ന് ഖുറൈശിയൊക്കെ വേണ്ടി ഇവരെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോയ ആൾ. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെന്നിട്ടേ രാജാവെ, ഞങ്ങളുടെ നാട്ടിൽ മര്യാദയ്ക്ക് പണിയെടുത്തുകൊണ്ടിരുന്ന കുറച്ച് അടിമകൾ അവരിങ്ങോട്ടേക്ക് ഓടിപ്പോന്നിട്ടുണ്ട്, അവരെ വിട്ടുതരണമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, രാജകൊട്ടാരത്തിൻ്റെ കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുന്നത്. പിന്നെ ജാഫർ സാദിക്ക് വരെ സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, ഇവർക്കുണ്ടായ തിക്ത അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവിടെ ഇസ്ലാം വിജയിച്ച് അവരെ ഈ മുശ്രിക്കീങ്ങളെ, അതായത് മക്ക ഖുറൈശികളായിട്ടുള്ള മുശ്രിക്കീങ്ങളെ രാജാവ് തിരിച്ചയക്കുന്നു. അങ്ങനെയൊക്കെയാണ് കഥ പറയുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള പ്രചാരം കൊണ്ട് ഇസ്ലാമിനെ ഏത് രൂപത്തിൽ ബാധിക്കും? പക്ഷേ മുസ്ലിങ്ങൾ ലോകത്ത് ഇല്ലാണ്ടായി പോകുമോ? ഈ എക്സ് മുസ്ലിങ്ങളെ പ്രവർത്തനം കൊണ്ടുള്ളവരല്ലേ ഇസ്ലാമെന്ന് പോയാൽ അള്ളാഹു എന്താ ചെയ്യുക, നബി എന്താ ചെയ്യുക, ഇസ്ലാം എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ലാണ്ടായി പോയില്ലേ എന്നൊക്കെ പലർക്കും പല തോന്നലും ഉണ്ടാകുന്നുണ്ട്. വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം തോന്നില്ല. കാരണം കുറേ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് നമുക്ക്. എന്താ വെച്ചാൽ, ഒന്നാമത് ഇസ്ലാമിലെ മത നിയമങ്ങൾ, അത് ഫർദ്, സുന്നത്ത്, ഹറാമ്, ഹലാല്, പിന്നെ ജായിസ് എന്നിങ്ങനെ കുറേ വീതം ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അഹ്കാമു ശർഇയ്യ എന്ന് പറയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫർദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർബന്ധമായ കാര്യം. എല്ലാവരുടെ മേലും നിർബന്ധമായ കാര്യത്തിനാണ് ഫർദ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഈ ഫർദായ കാര്യം ചെയ്യൽ നിർബന്ധമാണ്. ചെയ്താൽ അതിൽ കൂലി കിട്ടും, ചെയ്തിട്ടില്ല എങ്കിൽ കുറ്റം കിട്ടും. അതിൻ്റെ ഉദാഹരണം ഫർദ് നിസ്കാരമാണ്. നിസ്കാരം ആയാലും നോമ്പായാലും സക്കാത്തായാലും ഇതൊക്കെ ചെയ്യേണ്ടവർ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ കൂലി കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ അവർ ശിക്ഷാർഹരാകും. അതേപോലെ തന്നെയാണ് സക്കാത്തായാലും നോമ്പായാലും ഹജ്ജായാലും ഒക്കെ അതിൻ്റെ വിധികൾ അങ്ങനെയാണ്. പിന്നെ ഒന്നാമത്തെ ഫർദ് പറഞ്ഞു. ഫർദിൻ്റെ നേരെ എതിരായിട്ട് വരുന്നതാണ് ഹറാം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്താൽ കുറ്റാണ്, ചെയ്യാതിരുന്നാൽ കൂലിയുള്ളത്. ഉദാഹരണത്തിന് മദ്യപാനം, വ്യഭിചാരം, പലിശ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ കുറ്റം കിട്ടും, ചെയ്യാതിരുന്നാൽ കൂലി കിട്ടും. അതാണ് ഹറാം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു വരുന്നത് സുന്നത്താണ്. അതായത് ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമില്ല. അതിന് സുന്നത്ത് എന്ന് പറയും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വരുന്നതാണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമില്ല, പക്ഷെ ചെയ്യാതിരുന്നാൽ കൂലിയുണ്ട്. പിന്നെ അടുത്തതാണ് മുബാഹ്, ഹലാൽ. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ പറ്റുന്നതിനാണ് ഹലാൽ എന്ന് പറയാം. ഈ അഹ്കാമു ശർഇയ്യ എന്ന് പറയുന്ന 5 കാര്യങ്ങളും ശർഇയിലത്തെ 5 വിധികളും ആർക്കാ ബാധകം എന്നറിയുങ്ങൾ? ഇസ്ലാമിനെ യഥാർത്ഥമായിട്ട് അള്ളാഹിനെയും റസൂലിനെയും വിശ്വസിച്ചുകൊണ്ട് ഈ മതവും മതത്തിൻ്റെ വിധികളും സത്യമാണ് എന്ന് മനസ്സാൽ ഉറപ്പിച്ച് മതചര്യപ്രകാരം ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ. ആർക്കൊക്കെ? ബുദ്ധിയും പ്രായപൂർത്തിയും ഉള്ള ആളുകൾ ആയിരിക്കണം. അവർക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. ഉദാഹരണത്തിന് ഫർദായ നിസ്കാരം ഒരു മുസ്ലിമിന് മാത്രമേ നിർബന്ധമുള്ളൂ. ഏത് മുസ്ലിമിന്? ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള മുസ്ലിമായ മനുഷ്യനാണ് നിസ്കാരം നിർബന്ധമുള്ളത്. അതേസമയത്ത് കുട്ടിക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ല. ഭ്രാന്തന് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ല. ഒരു അമുസ്ലിമായ മനുഷ്യന്, ഒരാൾ നമ്മളെ വീട്ടിൽ ഒരാൾ വന്നിട്ട് ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ താമസിക്കുന്നു എന്ന് കരുതുക നിങ്ങൾ. അപ്പം പള്ളിയിൽ ബാങ്ക് കൊടുത്തു, നിസ്കാരത്തിന് സമയമായി, നമ്മൾ നിസ്കരിക്കും. നമ്മൾ ആ ക്രിസ്ത്യാനിയോ ഹിന്ദുവിനോടോ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് നിസ്കരിപ്പിക്കുമോ? ഈ നിസ്കരിക്കടാ മര്യാദയ്ക്ക് നിസ്കാരം ഫർദാണ് എന്ന് പറഞ്ഞിട്ട് ഓനെ കൊണ്ട് നിസ്കരിപ്പിക്കണോ? വേണ്ട. കുട്ടിയേക്ക് വേണ്ട, ഭ്രാന്തന് വേണ്ട എന്ന് പറഞ്ഞ പോലെ
ഈ മുസ്ലിമായിട്ടുള്ള ആ മത നിയമങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിനെ യഥാർത്ഥമായ മതമായി കണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും എൻ്റെ മുന്നിലില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പിന്നെ മതവിശ്വാസം പാലിച്ചുകൊണ്ട് ചെയ്യുന്നവർക്കുള്ളതാണ് എന്ത് ഈ പറയുന്ന ശരയ്യായ നിയമങ്ങൾ. അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഒരാൾക്ക് തോന്നുവാന്നേ ഞാൻ സംഭവമൊക്കെ നല്ല തന്നെ, എനിക്ക് കള്ള് കുടിക്കാതെ നിൽക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് ഒരാൾ കള്ള് കുടിച്ചാൽ, അല്ലെങ്കിൽ വ്യഭിചാരം മദ്യപാനം പോലെയുള്ളത് ഹലാലാണ് ആയിരുന്നെങ്കിൽ എന്ന് മോഹിക്കുകയെങ്കിലും ചെയ്താൽ ഓനെ ആരും പിടിച്ചിട്ട് ഇസ്ലാമെന്ന് മഹല്യാരൊന്നും പിടിച്ച് പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൻ താനേ ഇസ്ലാമെന്ന് പുറത്ത് പോയിക്കോളും. അള്ളാഹുവും അവൻ്റെ റസൂലും നിശ്ചയിച്ച ഒരു കാര്യം അതെന്തും ആയിക്കോട്ടെ, അത് നെസ്സായിട്ടുള്ള ഒരു കാര്യത്തിൽ സ്വന്തം വക ഒരു തീരുമാനം എടുത്തു ഒരാൾ. ഉദാഹരണത്തിന് ഇസ്ലാമിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു ഞാൻ ഗുരുവായൂരപ്പൻ്റെ വിശ്വാസിയാണ്, അല്ല ഞാൻ ശ്രീകൃഷ്ണനെ ദൈവമായി സ്വീകരിക്കുന്നു എന്ന് ഒരാൾ വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയാൽ അയാളെ മഹല്ലുകാരൊന്നും പിടിച്ച് പുറത്താക്കേണ്ട അവകാശമൊന്നുമില്ല. മഹല്ലുകാരാരാ, രാജാവോ? മഹല്ലുകാർക്കൊന്നും അതിന് അധികാരമില്ല, പുറത്താക്കേണ്ട കാര്യവുമില്ല. ഇസ്ലാമെന്ന് അയാൾ സ്വമേധയാ പുറത്തു പോകും. അതേപോലെ തന്നെ ഒരാൾ പറയാന്ന് ഈ മദ്യപാനവും വ്യഭിചാരവും ഒക്കെ ഹലാലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിഷിദ്ധമാക്കിയിരുന്നില്ല എങ്കിൽ ഞാനും ഇസ്ലാമിൽ മര്യാദയ്ക്ക് നിൽക്കുമായിരുന്നു, ഇപ്പം ഞാൻ ഇസ്ലാമിനെ മടുത്തു പോയി എന്ന് പറഞ്ഞാൽ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്താ. ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കാനൊന്നും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അള്ളാഹിൻ്റെ റസൂലും ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് സത്യം. വലൗഷാ അള്ളാഹു ലഹദന്നാസ ജമിയ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും എന്താ ഹിദായത്ത് നടത്തിയിട്ട് മുസ്ലിം ആക്കിക്കൂടെ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും നബിയെ സ്നേഹിച്ച ആളുകളിൽപ്പെട്ട ഒരാളായിരുന്നു അബൂ ത്വാലിബ് എന്ന് പറയുന്ന നബിയുടെ എളാപ്പ. അദ്ദേഹം നബിക്ക് ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരെല്ലാവരും ആരെങ്കിലും എതിർക്കുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ മോനാണ് എന്ന ചിന്തയോടെ എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുത്ത ആളായിരുന്നു ആര്? ഈ അബൂ താലിബ്. അങ്ങനെ അബൂ താലിബ് പക്ഷേ ഇസ്ലാം സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന് വയസ്സായി, മരണശയ്യയിലായി, അദ്ദേഹം മരിക്കാൻ കിടക്കുന്നേ. അപ്പോൾ നബി ചെന്നു സങ്കടത്തോടെ അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ എളാപ്പാ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം, നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ബുദ്ധിമുട്ടരുത്, നിങ്ങൾ നരകത്തിൽ പോകുന്ന കാണാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ റസൂല് എന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ല, ഞാൻ വിശ്വസിക്കൊന്നുമില്ല. വലക്കത് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. ഇദ്ദേഹം പാടിയതാ. എന്ത്? നിശ്ചയം എനിക്കറിയാം, മുഹമ്മദ് പറയുന്ന ദീന് ഏറ്റവും ഉത്തമമായ ദീനാണ്, അത് സൃഷ്ടാവിൻ്റെ ദീനാണ് എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ ഇപ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ ഖുറൈശികളൊക്കെ കൂടി, നേതാക്കന്മാരായ ആളുകളൊക്കെ കൂടിയിട്ട് അത് എന്നെ ഒരു അപമാനിക്കലായി മാറും. ഞാൻ ഈ മതത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് മുഹമ്മദിനെ അവരുടെ ഇടയിൽ നിന്ന് പല ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്നവർക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അബൂ താലിബ് പറയുകയുണ്ടായി. നബിക്കത് കേട്ടപ്പം വലിയ സങ്കടം തോന്നി. എൻ്റെ എളാപ്പ, സ്വന്തം എളാപ്പ എന്നെ ഇത്തിരി സ്നേഹിച്ച്, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ചില നമ്മളെ കുടുംബത്തിലൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരാൾ, അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം തോന്നുമല്ലോ. എന്നതുപോലെ നബിക്ക് വളരെ പ്രയാസം തോന്നി. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നബിയെ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത,
നബിയെ, നീ ഇഷ്ടപ്പെടുന്നവരെ, നീ സ്നേഹിക്കുന്നവരെ സന്മാർഗത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയൂല, നിങ്ങൾക്ക് അതിന് കഴിയൂല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഒരുപാട് നബിമാർ കഴിഞ്ഞുപോയി. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും അങ്ങനെ തുടങ്ങി ഒരുപാട് നബിമാരിതും സഹാബത്തിൻ്റെയും ഒക്കെ കഥകൾ നമുക്കറിയാം. ഇവരൊക്കെ നൂഹ് നബിയുടെ കാലത്ത് ഈ ഭൂമിയിൽ പ്രളയം ഉണ്ടായി. ഈ പ്രളയം ഉണ്ടായപ്പോൾ എന്ത് ചെയ്ത്, നൂഹ് നബിയും അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ച ആൾക്കാരെയൊക്കെ അള്ളാഹു മാത്രം രക്ഷപ്പെടുത്തി. അവരെല്ലാം കപ്പലിൽ കയറ്റിയിട്ട് രക്ഷപ്പെടുത്തി. അള്ളാഹുവിനെ ഇതേപോലെ ജനങ്ങളെല്ലാം ഒന്നൊരു എടുക്കണമെങ്കിൽ വലിയ പണിയുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു വെള്ളപ്പൊക്കോ, മനുഷ്യന്മാർ വലിയ സംഭവമാണ്, നമ്മളെല്ലാവരും ഭയങ്കര സെറ്റപ്പ് ഉണ്ട്, ശാസ്ത്രീയത ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഒരാൾ വെള്ളത്തിൽ വീണു. അങ്ങനെ ഇയാൾ 3 ദിവസമായിട്ട് തിരഞ്ഞിട്ട് കാണുന്നില്ല. എത്ര പ്രളയങ്ങൾ ഇവിടെ അതിജീവിച്ചു, എന്തൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രളയം ഉണ്ടാക്കിയിട്ട് ശുദ്ധി കലശുണ്ടാക്കിയിട്ട് എടുക്കുക എന്ന് പറയുന്നത് യാതൊരു തടസ്സമുള്ള കാര്യമല്ല. പക്ഷെ അള്ളാഹു ചെയ്യൂല. എന്താ ചെയ്യാത്തതെന്നറിയോ? സുന്നത്ത് അള്ളാഹി ജാരിയത്ത്, അള്ളാഹുവിൻ്റെ ചില ചര്യകൾ അത് ഭൂമിയിൽ നടപ്പിലാക്കിയതാണ്. അള്ളാഹു സ്വയം ചര്യയായി സ്വീകരിച്ചതാണ്. എങ്ങനെ? ഇവിടെ നമുക്കറിയാം, പ്ലാവിൻ്റെ മുകളിൽ ചക്ക ഉണ്ടാകുന്നു, മാവിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടാകുമെന്നും, ഇവിടെ തെങ്ങിൻ്റെ മുകളിൽ തേങ്ങയും കവുങ്ങിൻ്റെ മുകളിൽ അടക്കയും ഉണ്ടാവുക എന്നത് ഈ പ്രകൃതിയിൽ നടന്നു വരുന്നൊരു കാര്യമാണ്. എന്താ, അള്ളാഹ്ക്ക് മാവിൻ്റെ മുകളിൽ ചക്ക ഉണ്ടാക്കാൻ കഴിവില്ലേ? അല്ലെങ്കിൽ മാവിൻ്റെ മുകളിൽ പ്ലാവിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടാക്കാൻ കഴിവില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സത്യമാണ്, പരമാർത്ഥമാണ്, അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഓരോ മുസ്ലിമും വിശ്വസിക്കുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്യുള്ളൂ. അതൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയ അള്ളാഹുവിനെ കബൂലാക്കുന്നവ മാത്രമേ ഈ മതത്തിൽ നിൽക്കേണ്ടിയുള്ളൂ എന്നാണ് അള്ളയും റസൂലും പഠിപ്പിക്കുന്നത്. മല്ലം യർള ബി ഖളാഇ, ആരെങ്കിലും എൻ്റെ വിധിയെ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ, വലം യസ്ബിർ അലാ ബലായി, എൻ്റെ ബുദ്ധിമുട്ടുകൾ അവന് ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഫൽ യഖ്റുജ് മിൻ തഹ്തി സമായി, അവൻ എൻ്റെ ആകാശത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളട്ടെ. ഫൽ യത്ലുബ് റബ്ബൻ സിവായി, ഞാനല്ലാത്ത ഒരു റബ്ബിനെ അവൻ അന്വേഷിച്ച് പോവുകയും ചെയ്തു കൊള്ളട്ടെ എന്നാണ് ഖുദ്സിയായ ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മതത്തിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെതായ കുറേ ചട്ടിയും മട്ടങ്ങളും വട്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് പാലിക്കാൻ പറ്റുന്നവർക്ക് നിൽക്കാം. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അങ്ങനെ കുറവുണ്ട് ഇങ്ങനെ കുറവുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് നിൽക്കാനേ ഇന്ത്യ ഒന്നും എത്ര ആൾ കുറഞ്ഞാലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്തേ പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. കാരണം ഈ കാനേശുമാരിയുള്ള ജനസംഖ്യ കൂടിയുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല എന്ന് അള്ളാഹിൻ്റെ റസൂല് മുമ്പേ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, സയറ്റി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ മേലൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ഒരു സുപ്പറയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ആളുകൾ അതിലെ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ ഈ മതത്തിലേക്ക് മറ്റുള്ള മതക്കാരും എല്ലാവരും കൈനീട്ടും, ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങും. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, അന്ന് നമ്മുടെ സമുദായത്തിൽ ആളുകൾ കുറവായത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുക? അപ്പം നബി പറഞ്ഞു, കുറവായത് കൊണ്ടല്ല, ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ എന്താ, ഈ ഒഴുകുന്ന മഴവെള്ളത്തിൽ പെട്ടുപോയ പൊങ്ങുതടി പോലെ ഒഴുകി നടക്കാൻ മാത്രം അതപ്പതിച്ച
വിശ്വാസം മനസ്സിൽ തൊട്ട് തീണ്ടാത്ത ഒരു വിഭാഗം ആളുകളാണ് ഉണ്ടാവുക. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാം, ഒരു വിമാനത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തുണ്ട്, വിമാനത്തിന് അതിൻ്റെതായ കുറേ നിയമമുണ്ട്. എങ്ങനെ, പുറത്തെ കാറ്റടിക്കാൻ പറ്റൂല, അതിന് ബാത്റൂമിൽ പോകാൻ പറ്റൂല, ബാത്റൂമിൽ പോകുകയാണെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല. അതുപോലെ അതിൻ്റെതായ കുറേ നിയമങ്ങളുണ്ട്. സീറ്റിൽ ബെൽറ്റ് ഒട്ടിയിട്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം. അതേ സമയത്ത് അതിനുള്ളിൽ കയറി ഒരുത്തൻ പറയാന്ന്, എനിക്ക് ഈ വിമാനത്തിലെ യാത്ര ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇതിനെക്കാട്ടി എത്രയോ നല്ല ട്രെയിനാണ്, അതിൻ്റെ ഗ്ലാസ് നീക്കിയിട്ട് കഴിഞ്ഞാൽ കാറ്റ് കിട്ടും, അതിലാകുമ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ട് ബാത്റൂമിൽ പോകാം, എല്ലാ സൗകര്യമുണ്ട് എന്ന് പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അവനാ ട്രെയിനിൽ പോയിക്കോട്ടെ എന്നേ. ആരെങ്കിലും ഇവിടെ മുടക്കിയോ? അവനെന്ത് ചെയ്യണോ, ഈ ഫ്ലൈറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങാൻ കാക്കരുത്. കയറിയ പാടിന് ഇവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ, ഒന്നുകിൽ അപ്പം തന്നെ ഇറങ്ങിയിട്ട് പോകാം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് അടുത്ത എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഓൻ ഇറങ്ങിപ്പോകാം. രണ്ടിലേത് ഓപ്ഷൻ സ്വീകരിക്കാമല്ലോ. അതേപോലെ തന്നെയാണ് ഈ പറയപ്പെട്ട ഈ ഇസ്ലാമിൻ്റെ അടുത്ത് വന്നിട്ട് താങ്ങാൻ പറ്റുന്നില്ല പോലും ഇവർക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, പറ്റുന്നവരെ കൊണ്ട് തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. പിന്നെയല്ലേ പറ്റാത്തവരെ കാര്യം. ഇതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഇസ്ലാമിലേക്ക് ജനസംഖ്യ പെരുപ്പിക്കണമെന്ന് അള്ളാഹുവോ അവൻ്റെ റസൂലോ എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹു റസൂലും പറഞ്ഞെന്നാ, നിങ്ങൾ ഈ മതത്തിൻ്റെ സന്ദേശം, ഇതിൻ്റെ സന്ദേശം അള്ളാഹിനെക്കുറിച്ച്, അവൻ്റെ മലക്കുകളെക്കുറിച്ച്, അവൻ്റെ കിതാബുകളെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറണം. അത് മാത്രമേ മുസൽമാൻ്റെ ഡ്യൂട്ടിയായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇനി പോയിട്ട് ഒരു 100 കഴുത്തിന് പിടിച്ചിട്ട് ഓനിക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കാൻ, എനിക്ക് അരി തരാം, അല്ലെ മസാല തരാം, അല്ലെ ഭൂമി തരാമെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ കൊണ്ടുപോയി ചേർക്കണമെന്ന് അള്ളയും പറഞ്ഞിട്ടില്ല, അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ നടപ്പ് ഇസ്ലാമിലുണ്ടോ? ഇല്ല. നമുക്കാകെ ഇതേ ഉള്ളൂ, എന്ത്, അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിൻ്റെ മതത്തെ പറ്റിയും ജനങ്ങളോട് പറയുക, പ്രചരിപ്പിക്കുക, മതത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക. അല്ലാണ്ട് ആളെ കൂടുതൽ കൂട്ടിയിട്ട് പ്രചരിപ്പിക്കുക എന്നത് നമുക്കില്ല. അങ്ങനെ ഉണ്ടല്ലോ, എന്താ പറയുക, മുമ്പ് വിവാദം വന്ന് ലവ് ജിഹാദ് എന്നൊക്കെ പറയലുണ്ട്. കുറേ ഹിന്ദു പെണ്ണുങ്ങളെല്ലാം കൂടി കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യുക, ബലാത്സംഗം ചെയ്യുക, അതിൽ കുറേ കുട്ടികളുണ്ടാവുക, എന്നിട്ട് ആ കുട്ടിയൊക്കെല്ലാം ഉസ്മാൻ എന്നും സലീം എന്നും അബൂബക്കർ എന്നെല്ലാം പേരിടുക, എന്നിട്ട് കാനേഷിമാരിയിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുകയാണ്. അതാണ് മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്ന തീവ്രവാദം എന്നൊക്കെ ചില സംഘി പ്രൊഫൈലുകളിലൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവം ഇസ്ലാമിലില്ല. വേണ്ടിയെന്നാണ് അള്ളാഹു ഒരാൾ പോലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു അള്ളാഹു ഒരു ഉദ്ദേശമുണ്ട്. എന്തെന്ന് കൂട്ടിക്കോ, ലോകത്ത് ഒരുപാട് ആൾക്കാർ ഈ മതത്തിൽ മെമ്പർമാരാകണമെന്ന് ഉദ്ദേശമുണ്ട്. വലൗഷാ അല്ലാഹു ലഹദന്നാസ ജമീആ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ ജനങ്ങൾക്ക് മുഴുവനങ്ങ് ഹിദായത്ത് കൊടുത്താൽ പോരെ. അങ്ങനെ കൊടുത്തിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരിക്കൽ ഇസ്ലാമിൻ്റെ തുടക്കഘട്ടം റസൂൽ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഏതെങ്കിലും രണ്ടിലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ സഹായിക്കണേ. ഏതാ ഉമർ? ഒന്ന് അബൂജഹലേനും ഒന്ന് ഉമർ ഖത്താബേനും. അന്ന് ഇസ്ലാം സ്വീകരിച്ചില്ലേ. ഇപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുകയാണ് ഇന്നയാൾ മുസ്ലിം ആകണം. എന്താ ആവൂലേ? ആയിട്ടില്ലേ? പിന്നെ എന്ത്, ഇവരിങ്ങനെ ഇസ്ലാമിൻ്റെ എക്സ് മുസ്ലിം പോലും കേൾക്കുമ്പോൾ ചിരി വരുന്നില്ല നിങ്ങൾക്ക്? ഇവിടെ ആരെങ്കിലും എക്സ് ക്രിസ്ത്യാനികളുണ്ടോ? ശരിക്ക് കേരളത്തിലുള്ള മുസ്ലിങ്ങളെ പാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ എക്സ് ഹിന്ദുക്കളാണ്. കാരണം മുൻപ് മമ്പ്രതങ്ങൾ പാടിയതുപോലെ അയാ ഫാഹിറൻ മിൻ നഫ്സി കൈഫാത്ത ഫാഹുറു വ അസ്ലുക്കുമു മിൻ കബിലു തീയം വ നായരു എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മളൊക്കെ വലിയപ്പാര് ഹിന്ദുക്കളിൽ നിന്നും തീയന്മാരിൽ നിന്നും നായന്മാരിൽ നിന്നൊക്കെ വന്നോലാ. നമ്മളൊക്കെ എക്സ് ഹിന്ദുക്കളാണ്. ഇപ്പം എന്നിട്ട് കുറേ എണ്ണം ഇസ്ലാമിൽ ഇബാദത്തെല്ലാം കട്ടി കൂടുതലാണ് എന്നും പറഞ്ഞിട്ട് ഖുർആൻ പോരാ എന്നും പറഞ്ഞിട്ട് എക്സ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഈ ഖുർആനെ പറ്റിയിട്ടേ
ഉണ്ടായ സമയത്ത് എന്ന് പറഞ്ഞാൽ 1500 കൊല്ലം മുമ്പേ അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? വൈൻ കൊന്തും ബി റൈബി മിമ്മ നസൽന അല അബ്ദിന ഫൗതു ബി സൂറത്തിൻ മിൻ മിസ്ലി വധു ശുഹദാക്കും ഇന്ദുനില്ലാഹി ഇൻ കുന്തും സ്വാദിക്കീൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വെല്ലുവിളി ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണെന്നാണ് മറ്റേ തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു അവൻ്റെ റസൂലിന് ഇറക്കി കൊടുത്ത ഈ ഖുർആനിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലുള്ളത് പോലെ എല്ലാ നിലക്കും ഒത്തിണങ്ങിയ ഒരായത്ത് നിങ്ങൾ 6666 ആയത്തിൽപ്പെട്ട ഒരായത്ത് നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് മാത്രം വരണ്ട. നിങ്ങൾക്ക് ആരൊക്കെ സഹായിക്കാൻ പറ്റുമോ അവരെല്ലാം കൂട്ടുപിടിച്ചോ. ലോകത്തൊരുപാട് കവിമാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്. എത്രയോ തലമുറ കഴിഞ്ഞു പോയി. 1500 വർഷം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 20 തലമുറയെങ്കിലും കഴിഞ്ഞു പോയി ഈ വെല്ലുവിളി ഖുർആൻ നടത്തിയിട്ട്. ഇന്ന് വരെ അതിന് ബദലായിട്ടുള്ള ഒരു വാചകം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എത്രയും വലിയ പ്രത്യേകതയുള്ള ഖുർആനെ അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് പറ്റൂല, അത് തിരുത്തണം എന്നും പറഞ്ഞിട്ട് ചില മുസ്ലിങ്ങൾ, അള്ളാഹു കാക്കട്ടെ. ഈ സമുദായത്തിൽ അങ്ങനെ കുറേ എക്സായതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാനില്ലെന്നേ. അത് തന്നെ നമുക്ക് അവരോട് അതിനെ പറ്റിയിട്ട് മറുപടി പറയാനുള്ളൂ. പിന്നെ മതത്തിൻ്റെ കാര്യത്തിൽ നെസ്സായ അറിയപ്പെട്ട ഇജ്മാവ് കൊണ്ട് ഫുഖഹാക്കളും നമ്മുടെ വിശ്വാസത്തിലും കർമ്മശാസ്ത്രത്തിലും അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരുത്തൻ നിഷേധിക്കുകയോ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പിന്നെ ഓനെ പുറത്താക്കാൻ മഹല്ലുകാർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പള്ളിയിലത്തെ ഉസ്താദ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ശുദ്ധാസംബന്ധം അങ്ങനെ ഒന്നും ആരും ബുദ്ധിമുട്ടിക്കൂല. ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയാൽ ഓൻ പോയി, ഓനെ പിന്നെ പിടിച്ച് വെക്കേണ്ട കാര്യമില്ല നമുക്ക് ആർക്കും. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു, മതത്തിൽ യാതൊരു നിർബന്ധിക്കലും ഇല്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, സത്യവും വിവേകവും അവിവേകവും എന്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കി പ്രവർത്തിച്ച് വിജയിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.